പന്നിക്കറി അല്ല, ഇത് പന്തിക്കറിയാണ്. നമ്മുടെ മലയാളികൾക്കിടയിൽ അങ്കമാലി പോർക്ക് എങ്ങനെ ഫേമസ് ആണോ അതുപോലെ കേരളത്തിന് പുറത്തുള്ളവർക്കിടയിൽ ഫേമസ് ആണ് കൂർഗ് സ്പെഷ്യൽ പോർക്ക്. കൊടവാസത്തിന്റെ പന്തിക്കറി എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ കൂർഗിൽ തന്നെ അതങ്ങ് കുക്ക് ചെയ്ത് കഴിക്കാന്ന് വെച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പന്നി വീട്ടിനകത്ത് വെക്കാൻ ഇവിടെ അനുവാദമില്ല. അതുകൊണ്ട് അത് കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് വന്നു. പണ്ടൊക്കെ വെക്കേഷനായിട്ട് കൂർഗിൽ വരുമ്പോൾ പന്നിക്കറി വെക്കാറുണ്ട്. അപ്പം ഞാൻ കഴിക്കുമ്പോൾ ചേച്ചി കഴിക്കാറില്ല. കാരണം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ എക്സാം ഉണ്ട്, അതുകൊണ്ട് കഴിക്കില്ലെന്ന്. കാരണം ഇവിടെ ഒരു വിശ്വാസമുണ്ട്, പന്നി കഴിച്ചു കഴിഞ്ഞാൽ 41 ദിവസം ദൈവം തൊടില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുക്ക് ചേച്ചി തന്നെയാണ് കേട്ടോ. ഇതെന്തുവാ? ഇത് പന്നി ഇറച്ചി, ഇത് പന്നീൻ്റെ ചുട്ടി, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. പന്നിക്കറിക്ക് ഒരു അടാറ് കോമ്പിനേഷനും കൂടി ഉണ്ട് കൂർഗിൽ, അതാണ് കടുംപുട്ട്. റൈസ് ബോൾസ്. അതിന് വേണ്ടുന്ന തൈ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ച് നമ്മൾ ബോൾസ് പോലെ ആക്കി വെച്ച് അത് ആവിയിൽ പുഴുങ്ങിയെടുക്കും. കൊടവാസിൻ്റെ എല്ലാ സ്പെഷ്യൽ ഒക്കേഷനിലും അവരുടെ ഏത് ആഘോഷ സമയങ്ങളിലും മെനുവിലുള്ള ഒരു ഡിഷാണ് കടുംപുട്ടും പന്തിക്കറിയും. ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും അവരവർക്ക് പറ്റുന്ന പണി മാറി മാറി ചെയ്യുന്നുണ്ടായിരുന്നു. അടുപ്പിൽ കുക്ക് ചെയ്യുന്നത് ഒട്ടും എളുപ്പമുള്ള പരിപാടിയല്ല, പ്രത്യേകിച്ച് പന്നി. അത് അത്രയ്ക്ക് വേവ് വേണ്ടുന്ന സാധനമാണ്. പന്നി അവിടെ വെന്തുകൊണ്ടിരുന്നു, നമ്മളിങ്ങനെ വിശന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ ചാഞ്ഞു നിൽക്കുന്ന പാഷൻ ഫ്രൂട്ടുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് അങ്ങോട്ട് പിച്ചി. കണ്ടവന്റെ പറമ്പിലെ പാഷൻ ഫ്രൂട്ട് പറിച്ച് നമ്മൾ പോവാണ്. നന്ദി. ഇവിടുത്തെ പോർക്ക് കറി സ്പെഷ്യൽ ആവാൻ ഒരു മെയിൻ റീസൺ ഉണ്ട്. അതെന്താണെന്നറിയോ? അതാണ് ഈ സാധനം, കാച്ചംപുളി. അതാണ് നമ്മുടെ പോർക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റും. ഇതുകൂടാതെ മസാലാസ്, ജീരകം പൊടിച്ചതും മുളക്, മല്ലിപ്പൊടി, ഗ്രാമ്പൂ ചേർത്ത് പൊടിച്ചതും ഒക്കെ ചേർത്ത് അങ്ങോട്ട് ഇളക്കി. പന്നിക്കറി ഏകദേശം വെന്ത് റെഡിയായപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കി അടച്ചു വെച്ചു. ഫൈനലി പ്ലേറ്റിൽ കടുംപുട്ടും പന്നി ഇറച്ചിയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു.